എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നൊരു റെഡിമെയ്ഡ് മോഡൽ ഷർട്ടിൻ്റെ സ്റ്റിച്ചിങ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കട്ടിങ് നേരത്തെ ഇട്ടിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ സ്ലീവ് പട്ടി തയ്ക്കാം. ഇതിൽ ഡബിൾ പട്ടിയാണ് വരിക. ഇതിൻ്റെ നീളം നമുക്കൊരു 7 ഇഞ്ച് എടുക്കാം. വീതി ഒരെണ്ണം 3 ഇഞ്ച്, ഒരെണ്ണം 2 ഇഞ്ച്. ഇവിടെ നമുക്ക് ഒരു 5 ഇഞ്ചിൽ ഇവിടെ നിന്ന് ഒരു 1/4 ഇഞ്ച് സ്റ്റിച്ച് ചെയ്ത് നിർത്താം. അതേപോലെ ഈ വലിയ പീസും 5 ഇഞ്ച് വരെ 1/4 ഇഞ്ചിൽ സ്റ്റിച്ചിട്ട് നിർത്തുക. വലിയ പീസ് വലിയ സൈഡിൽ വയ്ക്കുക, ചെറിയ പീസ് ചെറിയ സൈഡിൽ വയ്ക്കുക. ഇനി ഇവിടെ ഈ തയ്ച്ച ഇവിടേക്കൊന്ന് ചെറുതായിട്ട് വി ഷേപ്പിൽ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. ഇവിടെ നഖം കൊണ്ടൊന്ന് വരഞ്ഞിട്ട് തിരിച്ചിടുക. അതിനുശേഷം ഇവിടെ ഇതൊന്ന് 1/4 ഇഞ്ച് മടക്കിയിട്ട് ഇതേപോലെ മടക്കിയിട്ട് ഇതുവരെ തയ്ക്കുക. ഇവിടെ എത്തുമ്പോൾ ഈ തയ്യത്തുമ്പ്, ഈ വി ഷേപ്പുള്ള തയ്യത്തുമ്പ് ഉള്ളിലേക്ക് വെച്ചിട്ട് അതിന് മേലെ തയ്ച്ചെടുക്കുക. ഇതേപോലെ ആ തയ്യത്തുമ്പ് ഉള്ളിലേക്ക് മടക്കിയിട്ട് അതിലേക്ക് തയ്ച്ചെടുക്കുക. ഇവിടെ എന്നിട്ടൊരു 1/4 ഇഞ്ച് തയ്യത്തുമ്പ് നിർത്തിയിട്ട് ബാക്കിയുള്ളത് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം ഈ പീസ് അതേപോലെ ഈ 1/4 ഇഞ്ച് തന്നെ നേരെ മടക്കിയെടുക്കുക. ഇവിടെ ഒരു 1/4 ഇഞ്ച് മടക്കിയിട്ട് ഇവിടെ നിന്ന് അടിച്ചു തുടങ്ങുക. ഇവിടെ എത്തുമ്പോൾ ഈ കോർണർ ഒന്ന് ഇതേപോലെ മടക്കി കൊടുക്കുക. അതിനുശേഷം ഇവിടെ നിന്ന് ഇങ്ങനെ തയ്ച്ച് വന്നിട്ട് ഇവിടെ വന്നിട്ട് നമ്മൾ ആ ജോയിൻറ്റ് ചെയ്തതിൻ്റെ അവിടെ ആ മേലെ ഒരു കെട്ടിടുക. എന്നിട്ട് ആ തയ്യൽ നേരെ മുകളിലേക്ക് എടുത്താൽ മതി. അപ്പോൾ കുറച്ചുകൂടെ കൂടുതൽ ഫിനിഷിങ് കിട്ടും. ഇതേപോലെ അടുത്ത സ്ലീവും തയ്ക്കാം. ഇനി ഇത് സ്ലീവ് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിൻ്റെ ഫ്രണ്ട് പോർഷൻ റെഡിയാക്കാം. അപ്പോൾ ഇതിൽ ഞാൻ ക്യാൻവാസ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇത് വന്നിട്ട് തുണി ക്യാൻവാസാണ്, പേപ്പർ ക്യാൻവാസ് ആയാലും കുഴപ്പമില്ല. ഇനി വന്നിട്ട് ഈ സൈഡ് നമുക്കൊന്ന് മടക്കി അടിക്കാം. ഇതേപോലെ ഇതിലേക്ക് ചേർത്തടിക്കുക. അതിനുശേഷം ഇതിങ്ങനെ ഒപ്പം വെച്ചിട്ട് ഈ സൈഡ് ചേർത്തടിക്കാം. അതുപോലെ ഈ സൈഡ് തയ്ക്കാം. ഇനി നമുക്കിവിടെ ചെയ്യാനുള്ളത് ഇവിടെ നിന്ന് ഈ തയ്യത്തുമ്പിൻ്റെ ഇവിടെ നിന്ന് 1 ഇഞ്ചിൽ ഒരു കട്ടിടുക. എന്നിട്ട് ഇവിടെ ചേർത്തടിക്കുക. ഇവിടെ അതേപോലെ 1 ഇഞ്ചിലൊരു മാർക്ക് ചെയ്യുക. അപ്പോൾ ഇതേപോലെ എൽ ഷേപ്പിൽ അടിച്ചെടുക്കുക. ഇങ്ങനെ അടിക്കുമ്പോൾ നമുക്ക് നൂല് പുറത്ത് പോവില്ല. ഇനി കോർണറിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഇത് അടിമറിക്കാം. ഇതേപോലെ അടിമറിച്ചെടുക്കുക. ഇപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് നമ്മൾ കോളർ അറ്റാച്ച് ചെയ്യുക. ഇനി ഈ ഭാഗം ഒന്ന് ചേർത്തടിക്കാം. ഇനി നമുക്ക് ഇത് ഷോൾഡറിൽ അറ്റാച്ച് ചെയ്യാം. ഇതിങ്ങനെ വെച്ചിട്ട് ഒരു 1/4 ഇഞ്ച് വീതിയിൽ അറ്റാച്ച് ചെയ്യാം.
അപ്പോൾ ഇതേപോലെ ഒരു എക്സ്ട്രാ ഷോൾഡർ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് പുറത്തല്ല വയ്ക്കുന്നത്, അടിവശത്താണ് വയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് ലൈന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് വന്നിട്ട് ഇവിടെ അടിയിൽ തയ്ക്കുന്നില്ല, ഇവിടെ ഒന്ന് ഇതേപോലെ ഒരു 4 ഇഞ്ച് വീതിയിൽ മടക്കി അടിക്കുക. അപ്പോൾ ഈ പീസ് ഇതിന് മേലെ വെച്ചിട്ട് നമുക്ക് ഷോൾഡർ ഒന്നിങ്ങനെ വെച്ചിട്ട് ഒരു തയ്യൽ കൂടി ഇടാം. ഇതിങ്ങനെ തിരിച്ച് വെച്ചിട്ട് ഈ 4 ഇഞ്ചിന് ഉള്ളിലേക്ക് ഒരു തയ്യലിട്ടാൽ മതി. ഇനി ഇവിടെ ഒരു മേൽത്തൈലിടാം. അതുപോലെ ഈ സൈഡിലും ഇടാം. ഈ നെക്ക് ഭാഗം ഒന്ന് ചേർത്തടിക്കാം. ഇവിടെ ഇതിൻ്റെ സെൻറ്റർ ഒന്ന് അടയാളപ്പെടുത്താം. ഇനി ഇവിടെ തയ്ക്കാതെ ഈ ഷോൾഡർ ഇവിടെ മാത്രം ചേർത്തടിച്ചാൽ മതി. ഇതേപോലെ അധികമുള്ളത് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഇതിൻ്റെ സ്ലീവ് അറ്റാച്ച് ചെയ്യാം. ആദ്യം നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടും ബാക്കും കൂടെ ഒപ്പം വെച്ചിട്ട് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് അടയാളപ്പെടുത്താം. സ്ലീവ് ഇതേപോലെ വെച്ചിട്ട് നമുക്ക് ആം ഹോൾ എത്ര വേണം നോക്കാം. അരഞ്ചിൻ്റെ കുറവ് വരുന്നുണ്ട്. ഈ അരഞ്ച് നമുക്ക് ഇവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് ഫ്രണ്ട് തനിയെ ബാക്ക് തനിയെ വെച്ച് കട്ട് ചെയ്യാം. ഇതേപോലെ ഇവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് ഇവിടേക്ക് കുറച്ച് എടുക്കുക. ഇനി ഫ്രണ്ടിൽ നിന്ന് കട്ട് ചെയ്ത പീസ് വെച്ചിട്ട് ഇവിടെ അതേപോലെ കട്ട് ചെയ്തെടുക്കാം. ഈ കുഴിച്ച് കട്ട് ചെയ്ത ഭാഗം മുകളിൽ വരണം. എന്നിട്ട് ഈ ഫ്രണ്ട് പോർഷൻ എടുക്കുക. ഇതിലൊരു പോക്കറ്റ് വെക്കാണ്ട്, ഞാനത് മറന്നുപോയി. നമുക്കത് ആദ്യം പോക്കറ്റ് വെക്കാൻ നോക്കാം. പോക്കറ്റ് ഇറക്കം ഇവിടുന്ന് ജോയിൻ്റ് കഴിഞ്ഞിട്ട് ഒരു 8 ഇഞ്ച് വെച്ചാൽ മതി. ഇങ്ങോട്ട് 2.5 ഇഞ്ച് വയ്ക്കുക. അതിനുശേഷം ഇവിടെ ഒന്ന് ഒപ്പം മടക്കി എടുക്കുക. ഇതിൽ ഞാൻ പോക്കറ്റ് വയ്ക്കുന്നത് ഇതേപോലെ ക്രോസ് ആയിട്ടാണ്. ഇത് ഞാനിത് മൗത്തെല്ലാം അടിച്ചു വെച്ചിട്ടുണ്ട്. ഇവിടെ ഒന്ന് ആദ്യം മടക്കി എടുക്കുക. വീതി നമുക്കൊരു 5 ഇഞ്ച് കൊടുക്കാം. ഇറക്കം 5.25 ഇഞ്ച് കൊടുക്കുക. എന്നിട്ട് ഇത് മടക്കി എടുക്കുക. ഇനി ഇത് ഇവിടെ നിന്ന് അടിച്ചു വരുന്ന സമയത്ത് ഈ കോർണർ ആദ്യം ഇതേപോലെ സ്ക്വയറിൽ വയ്ക്കുക. പിന്നെ ഇവിടെ ത്രികോണത്തിൽ ഒന്ന് മടക്കി കൊടുക്കുക. അപ്പോൾ പോക്കറ്റ് കുറച്ചുകൂടെ നന്നായിരിക്കും. അതേപോലെ പോക്കറ്റ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യാം. കുഴിച്ച് വെട്ടിയ ഭാഗം അതേപോലെ മുകളിൽ വരണം. എന്നിട്ട് ഈ ഭാഗം പോക്കറ്റ് സൈഡ് ഇതിന് മേലെ വയ്ക്കുക. എന്നിട്ട് ഇതിന്ന് സിംഗിൾ പീസ് എടുക്കുക, ഇവിടെ വയ്ക്കുക. ഒരു 4 ഇഞ്ച് ഒരു പോയിൻറ്റും ഏകദേശം 1 സെൻറ്റിമീറ്റർ ഈ ഫ്രണ്ട് പീസ് താഴത്തേക്ക് ഇറക്കി വയ്ക്കുക. ഇങ്ങനെ വെച്ചിട്ട് ഇതിലേക്ക് മടക്കുക.
എന്നിട്ട് 1/4 ഇഞ്ച് ഒരു പോയിന്റിൽ ഒരു തയ്യലിടാം. അതിനുശേഷം ഇത് തിരിച്ചെടുത്തിട്ട് ഈ തയ്യത്തുമ്പ് ബോഡിയിലേക്ക് വെച്ചിട്ട് 1/4 ഇഞ്ച് ഒരു അര പോയിന്റിൽ ഒരു തയ്യലിടും. അതേപോലെ തയ്ച്ചെടുക്കുക. ഇനി ഈ സൈഡ് അടിക്കാം. അപ്പോൾ ഇതേപോലെ 2 സ്ലീവ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ അടിക്കുമ്പോൾ നമുക്ക് തയ്യത്തുമ്പ് കറക്റ്റായിട്ട് കവർ ചെയ്ത് കിട്ടും. ഇനി ഇതിൻ്റെ സൈഡ് തയ്ക്കാം. സൈഡ് ഇങ്ങനെ വെച്ചിട്ട് ബാക്ക് വശത്ത് നിന്ന് തുടങ്ങാം. ആദ്യം ഫ്രണ്ട് പോർഷൻ ബാക്കിലേക്ക് ഇതേപോലെ 1/4 ഇഞ്ച് മടക്കി കൊടുക്കുക. എന്നിട്ട് 1/4 ഇഞ്ച് വീതിയിൽ അടിക്കുക. അതിനുശേഷം ഈ തയ്യത്തുമ്പ് ഇങ്ങനെ മടക്കിയിട്ട് ഒരു മേൽത്തൈലിടാം. കൈ തയ്ക്കുന്ന സമയത്ത് ഇതിൽ കൂടെ ചേർത്ത് അടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഈ സൈഡും അടിക്കാം. ഇത് ഈ ഭാഗത്തുനിന്ന് സ്ലീവ് നിന്ന് അടിച്ചു തുടങ്ങാം. അതായത് നമുക്ക് തയ്യത്തുമ്പ് ബാക്ക് വശത്തേക്കാണ് പോകേണ്ടത്. ഇനി നമുക്ക് ഇതിലേക്കുള്ള കോളർ കട്ട് ചെയ്തെടുക്കാം. കഴുത്ത് ഇതേപോലെ ഒപ്പം വയ്ക്കുക. അതിനുശേഷം കോളർ എത്ര വേണമെന്ന് നോക്കാം. ഇവിടെ നിന്ന് ഈ തയ്യത്തുമ്പ് കഴിഞ്ഞിട്ട് അളക്കുക. ഇത് 9 ഇഞ്ച് ഒരു പോയിന്റും വരുന്നുണ്ട്. അതായത് 18.25 ഇഞ്ച് ആകെ ലെങ്ത്ത് വരുന്നുണ്ട്. അതേപോലെ കനം കുറഞ്ഞ ക്യാൻവാസ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പേപ്പർ ക്യാൻവാസ് എടുക്കാം. എന്നിട്ട് 2ആയിട്ട് മടക്കുക. വീതി ഇതിൽ ഞാനൊരു 3.25 ഇഞ്ചാണ് വെക്കുന്നത്. ഇങ്ങോട്ട് 9 ഒരു പോയിന്റും ഇവിടെ നമുക്കൊരു 3/4 ഇഞ്ച് ഇതൊന്ന് കുറയ്ക്കാം. അതിനുശേഷം ഇവിടെ നിന്ന് ചെരിച്ച് വരയുക. ഇവിടെ വേണമെങ്കിൽ കോളർ പോയിന്റ് ഒരല്പം കൂട്ടാം. ഇനി നമുക്കിത് തുണിയിൽ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇതേപോലെ ക്യാൻവാസ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ തുണിയിൽ വെച്ചിട്ട് ഇത് അടിച്ച് മറിച്ചെടുക്കാം. ഇനി നമുക്കിതിൻ്റെ കഫ് അറ്റാച്ച് ചെയ്യാം. ഈ ചെറിയ പട്ടിയിൽ ഇവിടെ ഇതിനൊപ്പം വെച്ചിട്ട് ഇതിലൊന്ന് മാർക്ക് ചെയ്യാം. അതിനുശേഷം ഇവിടെ ഈ 1 ഇഞ്ച് പട്ടി കഴിഞ്ഞിട്ട് 1 ഇഞ്ച് മാർക്ക് ചെയ്യാം. അതിനുശേഷം ഇത് അറ്റാച്ച് ചെയ്യാം. പ്ലേറ്റ് ഇവിടെ 1 ഇഞ്ചിൽ ഒരു പ്ലേറ്റ്, ഒരു 3/4 ഇഞ്ചിൽ ഒരു പ്ലേറ്റും കൂടി ഇടാം. തുണി കൂടുതൽ വരുന്നുണ്ടെങ്കിൽ ഇതേപോലെ 2 പ്ലേറ്റ് ഇടാം.
അപ്പോൾ അതേപോലെ സ്ലീവ് രണ്ടും ഒരേപോലെ തയ്ച്ചെടുക്കുക. ഇനി ഇതിൻ്റെ കോളർ അറ്റാച്ച് ചെയ്യാം. ഇതിൽ 1/4 ഇഞ്ചിൽ അറ്റാച്ച് ചെയ്യുക. അതേപോലെ തയ്ച്ചെടുക്കുക. അതിനുശേഷം ഇത് കൂടെ നമുക്കൊരു മേൽത്തൈൽ ഇടണം. അത് ഇവിടെ നിന്ന് ഇട്ടിട്ട് അങ്ങനെ കോളർ കൂടെ ഇട്ടെടുത്താൽ മതി. ഫുള്ളായിട്ട് ഒരു പോയിൻ്റ് വീതിയിൽ തയ്ച്ചെടുക്കുക. അപ്പോൾ ഇതേപോലെ ഏകദേശം ഒരു പോയിൻ്റ് വീതിയിൽ ഒരു തൈലിടുക. ഈ തൈൽ ഇങ്ങനെ വന്നിട്ട് കോളർ കൂടെ തയ്ച്ചിട്ട് ഫിനിഷ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിൻ്റെ ബോട്ടം കൂടെ തയ്ക്കാം. ബോട്ടം ഒരു 1/4 ഇഞ്ച് ആദ്യം മടക്കുക. വീണ്ടും ഒരു 1/4 ഇഞ്ച് മടക്കിയിട്ട് തയ്ക്കുക. തുടക്കക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു തൈലിൽ തയ്ക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആദ്യം ഒരു തൈലിടുക, വീണ്ടും ഒരു തൈലിട്ടിട്ട് ഇതേപോലെ ഫിനിഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതേപോലെ ബോട്ടം അടിച്ചെടുക്കുക. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പമുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യുക.